ഇപ്പോൾ എം മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്ന നടി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. അവർ കൊടുത്തിരിക്കുന്ന പരാതി ലൈംഗിക പീഡന സ്വഭാവമുള്ള ഒരു പരാതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരി എന്നായിരിക്കും അവരെ നമ്മൾ വിളിക്കുക. ഇപ്പോൾ മുകേഷിന്റെ ഒരു വിശദീകരണം കണ്ടു കാണുമല്ലോ അല്ലേ? ഇവരെന്നോട് പറഞ്ഞു. അതിൽ പറയുന്നത് 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്നു. അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു. പിന്നീട് കൂടിക്കാഴ്ചയിലെ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ വാട്സാപ്പ് സന്ദേശം അയക്കുകയുണ്ടായി. ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. 2009 പരിചയപ്പെടുന്നത്? മാഡം 2009 വാട്സപ്പ് ഉണ്ടായിരുന്നോ? 2009 വാട്സാപ്പ് വന്നിട്ടുണ്ട്. 2009 വാട്സാപ്പ് ഇന്റർനാഷണലി രജിസ്റ്റേർഡ് എന്നാണ് അതിന്റെ സൈറ്റിൽ കാണുന്നത്. 2009 ഫെബ്രുവരി. അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ ഇങ്ങോട്ടൊന്നും 2009 വാട്സപ്പ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വാട്സപ്പ് ചെയ്യാനാ? പുള്ളിക്കാരന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രകീർത്തിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അന്ന് വാട്സപ്പേ ഇല്ല. സോ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്താ പറഞ്ഞേ? അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ മാന്യമായ പെരുമാറ്റത്തെ 2009 ഞാൻ അവസരം മാന്യമായ പെരുമാറ്റത്തെ അല്ലേ? അതിന് വാട്സപ്പ് ഉണ്ടെങ്കിലല്ലേ മാന്യമായ പെരുമാറ്റത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാഡം 2009 അദ്ദേഹം മുകേഷ് ചേട്ടനോട് ഞാൻ പറയാണ്, വളരെ നന്ദിയുണ്ട് ചേട്ടാ, എന്നെ അറ്റ്ലീസ്റ്റ് 2009 തൊട്ടെങ്കിലും എന്നെ അറിയൂന്ന് പറഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച്. കാരണം ബോംബെയിലുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ ആ കുട്ടീനെ അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്നെ അറ്റ്ലീസ്റ്റ് അറിയാമെന്നെങ്കിലും പറഞ്ഞിട്ട് വളരെ താങ്ക്സ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഫിലിം ഫീൽഡിൽ വന്നത് ബാലചന്ദ്ര മേനോൻ ആണ് എന്നെ മലയാള ഫിലിമിലോട്ട് കൊണ്ടുവന്നത്. സോറി, ആൻഡ് ഹീസ് എ ഡയറക്ടർ. ഇദ്ദേഹം ഈ മുകേഷ് ചേട്ടന്റെ അടുത്ത് പോയി ഞാൻ അവസരം ചോദിക്കാൻ മാത്രം, അദ്ദേഹം ഒരു ഡയറക്ടറല്ല, അദ്ദേഹം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും അല്ല. പിന്നെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കുന്നത് ഡയറക്ടറാണ്. ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചേർന്നിട്ടാണ്. അപ്പൊ ഇദ്ദേഹം ആരാണ് അവസരം തരാൻ എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തോട് നിന്ന് മാത്രമല്ല, എന്റെ ഫ്രണ്ട്സായ പലരോട്, ഇപ്പൊ ജഗതി ചേട്ടനോട് പോലും, ചേട്ടൻ നല്ല, ഹീസ് വെരി ഗുഡ് ആൻഡ് വെരി ഡീസന്റ് പേഴ്സൺ. പക്ഷെ നമുക്ക് നമ്മുടെ ഫിഗറിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലല്ലേ അവർക്ക് നമ്മളെ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ശരിയല്ലേ? അപ്പോ നമുക്ക് ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സമയമാകുമ്പം നമുക്കുള്ളത് നമ്മളെ തേടിയെത്തും. നമുക്ക് വിധിച്ചതേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ചുമ്മാ എനിക്ക് പറ്റാത്തത്, ഇപ്പൊ എനിക്കിപ്പോ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വേണമെന്ന് എനിക്ക് ആശിക്കാൻ പാടില്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ഫ്രണ്ട്സിനോട് പോലും ഞാൻ അത് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല നാളത്തെ കുറിച്ച്. അപ്പൊ പിന്നെ നമ്മൾ ഇവരോട് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അത് ആ സമയമാകുമ്പോൾ നാളെ എന്ത് നടക്കാൻ പോകുന്നു അത് ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്നായാലും നാളെ എന്ത് നടക്കും എനിക്കറിയത്തില്ല കേട്ടോ. സത്യം ഇപ്പോഴും ഞാൻ പറയാം നാളെ എന്ത് നടക്കുമെന്ന്. അതുകൊണ്ട് അന്നും ഞാൻ അവരിടത്തും അത് ചോദിക്കാൻ പോയാലും അതത്ര വലിയ നാണക്കേടൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് ചേരുന്ന കഥാപാത്രത്തിലേ തരാൻ പറ്റത്തുള്ളൂ. അതുണ്ടെങ്കിൽ മനസ്സിലാവുന്നെങ്കിൽ എനിക്ക് പറ്റിയ ക്യാരക്ടർ. അതായത് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ 2013 അല്ലേ? അല്ല, 2008. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വർഷത്തെ കാര്യമാണ് അദ്ദേഹം ഈ പറയുന്നത്. അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു എന്നാണ് പറയുന്നത്. വീട്ടിൽ പോയിട്ടുണ്ടോ? അത് പൊളിറ്റിക്സിന്റെ ഒരു പച്ച ഇല്ല. എനിക്ക് വീട് പോലും അറിയത്തില്ല. അദ്ദേഹത്തിന് വീടുണ്ടോ? വീടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. പച്ച നുണ പറയുന്ന ഒരാള് 2008 ഞാനൊന്നും പോയിട്ടില്ല കൊല്ലത്തൊന്നും. അതെ, 2008 ഞാൻ ദുബായിലെ ലീഗൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ലീവ് എടുത്ത്, 1 മാസത്തെ ലീവ് എടുത്ത് ഈ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓടി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഭർത്താവിന്റെ അടുത്തോട്ട് തിരിച്ചു പോകണോ അതെയോ ഇവിടെ അവസരം തേടി ഇവിടെ നിൽക്കണോ എന്തോ പറയുന്നത്. 2009 ഞാൻ അപ്പം തന്നെ തിരിച്ചു പോയി. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പിന്നെയും പോയിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ഇത് പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആൽബമായിട്ട്, അന്ന് എനിക്ക് ആൽബം ഉണ്ടായിരുന്നു. 2008 എനിക്ക് ആൽബം ഒന്നുമില്ല. ഞാനൊരു 2011-12 ഞാനൊരു ഫോട്ടോഷൂട്ട് തന്നെ ചെയ്യുന്നത്. എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് ഫോട്ടോ പോലും ഇല്ല. അപ്പോൾ ഈ വാട്സാപ്പ് സന്ദേശവും ഞാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ വാട്സാപ്പ് സന്ദേശവും ഇല്ല, കൂടിക്കാഴ്ചയും ഇല്ല, അത് നുണയാണ് എന്റെ പൊന്ന് സിസ്റ്ററെ, ഒന്നുമില്ല.
നോണയാണ്. 2009 വാട്സപ്പും ഇല്ല. ഓക്കെ. പിന്നെ വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. 2022 ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതിയെന്നായി. ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവെന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല. യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരണം. ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 2022 അടുത്ത കോണ്ടാക്ട് അദ്ദേഹം പറയുന്നത്. അത് 13 വർഷത്തിന് ശേഷമാണ്. 2009, 2022. ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു അല്ലേ? അതെ, അത് അദ്ദേഹം പറഞ്ഞത്. അതെ, അദ്ദേഹം പറയുന്നതാണ്. തെളിവുണ്ടെങ്കിൽ ഓക്കെ, അദ്ദേഹം ഓക്കെ, അതിനുള്ള തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. അതൊന്നേ. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളൊക്കെ മലയാളീസാണ്, നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ നല്ല ചോര കൊണ്ട് കഴിച്ച് ജീവിക്കുന്നവരാ. നമുക്കൊരു ലോജിക്ക് വേണ്ടേ? ഇദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ എന്താണ്? ഒരു MLAയുടെ പൊസിഷനാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ ഏതോ ഒരു സ്ത്രീ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം അത് ഉടനെ അത് കേസെടുത്തില്ല? ഇദ്ദേഹം ഏതൊരു സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞാലും കേസെടുക്കൂല. ഞാൻ മുകേഷ് MLA ആണ്, എന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം കേസെടുക്കില്ലേ? എന്തുകൊണ്ട് എടുത്തില്ല? ഇപ്പൊ ഞാനൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് കാര്യം ഉന്നയിച്ചപ്പോഴാണ് ഇത് പറയേണ്ടത്. ഇതിനു മുമ്പൊന്നും ഈ ഇപ്പൊ എന്നാ ഇത് പറഞ്ഞ സംഭവം നടന്നത് 2022, 2021, 2024. അയ്യോ, 2 വർഷമായിട്ട് എന്റെ പൊന്നു ചേട്ടാ എന്താ മിണ്ടാതിരുന്നേ? എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഒരാളെ, ഒരു MLAയുടെ പൊസിഷനിൽ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മളൊക്കെ ഫുൾ ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. 2009 ഇന്റർനാഷണലി വാട്സാപ്പ് ലോഞ്ച് ചെയ്ത വർഷമാണ് അത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കന്ന് വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല, താങ്കൾക്കും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കളും പറയുന്നു. അപ്പോൾ എന്റെ പൊന്നും മാഡം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതെ, എനിക്ക് 2009 വാട്സാപ്പ്. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് ഫെബ്രുവരി 2009 കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. എന്തായാലും എനിക്കുണ്ടായിരുന്നില്ല, താങ്കൾക്കും ഇല്ല എന്ന് പറയുന്നു. കള്ളമൊക്കെ പറയുമ്പോൾ നിൽക്കുന്ന കള്ളമൊക്കെ പറയാൻ പറ ചേട്ടനോട്. നിൽക്കുന്ന കള്ളം പറ. ഇത് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചാൽ ഇതുപോലെ താഴെ പോവും. അപ്പോൾ എന്തായാലും 2009 വാട്സപ്പ് എല്ലാരും ഒന്ന് കേക്ക്. വാട്സാപ്പ് കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല, പച്ചക്കള്ളമാണ്. ഇതിനോടൊന്നും ഞാൻ അതൊക്കെ. രണ്ടാമത്തെ കാര്യം വീട്ടിലെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പച്ചക്കള്ളാണ്. രണ്ടാമത്തെ കാര്യം വീട്ടിലെ കൂടിക്കാഴ്ചയാണ്. കൊല്ലത്തെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലോ പോയി കണ്ടിട്ടുമില്ല. ഇല്ല, കൊല്ലത്തെ വീട്ടിൽ പോയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ വീട് അറിയത്തില്ല. പിന്നെ മൂന്നാമത്തെ ഡിവോഴ്സ് ആണെന്നും ഈ സരിത ചേച്ചി മീഡിയ എനിക്ക് ഫോട്ടോ ആൽബം ഒന്നും ഇല്ലാന്നേ. എനിക്ക് 2012 ഞാൻ ആദ്യമായിട്ട് ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്യുന്നത് തന്നെ. 2012 ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എറണാകുളത്ത് വെച്ച്. അതിനു മുമ്പൊന്നും എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഒന്നും ഇല്ല. കാരണം സിനിമയിൽ അങ്ങനെ നിന്ന് പോകുമെന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം തിരിച്ച് ദുബായിലോട്ട് പോകേണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവസരം തേടി അവിടെ ദുബായിൽ കെട്ടിയനുണ്ടല്ലോ. ഞാനൊരു കാര്യം, ശരിക്കും താങ്കൾ എന്നാണ് കലണ്ടർ എന്ന സിനിമയുടെ കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2009 കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ അതെല്ലാം ഈ 2009 2012 ഇടയ്ക്കാണ്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഇനിയിപ്പോ ഒത്തിരി അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇനിയിപ്പോ മുകേഷിന്റെ സൈഡിൽ നിന്ന് വരും, ജയസൂര്യയുടെ നിന്ന് വരും. അപ്പൊ എനിക്ക് ഇതിനെല്ലാം അയ്യോ അല്ല 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 എന്ന് പറയാം. ഞാനൊരു കാര്യം ഞാൻ പറയാം. ദൈവം എന്നൊരാൾ മുകളിലുണ്ട്. 13 വർഷം മുമ്പ് ഈ മുകേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ആർക്കും കിടന്നു കൊടുക്കത്തില്ലല്ലോ, ആർക്കും കിടന്നു കൊടുക്കണ്ടടി, നീ മെഴുകുതിരിയുടെ വാക്സ് എടുത്ത് അടച്ചു വെച്ചോളാൻ പറഞ്ഞു. പക്ഷേ അന്ന് എന്റെ ചങ്കുപൊട്ട് പോയി കേട്ടപ്പോ. പക്ഷെ അതിനുള്ള മറുപടി ദൈവം 13 വർഷം എടുത്തു. ഇപ്പൊ 13 വർഷം കഴിഞ്ഞ് ഞാൻ പറയുവാണ് മുകേഷ് ചേട്ടനോട്, മുകേഷ് ചേട്ടാ, നിയമത്തിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അതേ മെഴുകുതിരിയുടെ വാക്സും കൊണ്ട് ഞങ്ങളും അടച്ചു.
അതാണ് ദൈവം. ദൈവം മുകളിലുണ്ട്. എനിക്കിതേ പറയാനുള്ളൂ. ഇപ്പം പുള്ളിക്കാരനൊക്കെ എന്റെ കേസൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അവര് കേസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അതിനിപ്പോ നടപടി എടുക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഈ പേടിച്ചിട്ട് അതും ഇതൊക്കെ ഈ വെപ്രോളിങ് അതും എല്ലാം ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നത്. എന്റെ പൊന്നു മുകേഷ് ചേട്ടാ, എന്ത് പ്രൂഫ് ഉണ്ടല്ലോ, എന്ത് തെളിവുണ്ടെങ്കിലും പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കിക്കോ. എനിക്ക് ഒരു പ്രശ്നമില്ല. ഐ ആം റെഡി. എനിക്ക് എന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങളിതൊന്നും ദൈവത്തെ ഇങ്ങനത്തെ എല്ലാം കാര്യം പറഞ്ഞു എന്നെ വിളിക്കാമാരല്ലേ. വേറെ എന്ത് കാര്യം വേണമെങ്കിൽ ചോദിച്ചോ. ഇവരിങ്ങനെ പറഞ്ഞു ഇത് ശരിയാണോ, അവരുടെ വീട്ടിൽ പോയോ, അങ്ങനെ നമ്മളെല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വിശദീകരണം വന്നതുകൊണ്ടാണ് നിലനിൽപ്പില്ല. ഇനിയും വരും. അപ്പൊ ഇനിയിപ്പം ജയസൂര്യയുടെ സൈഡിൽ നിന്ന് വരും, പിന്നെ എന്താ ഇടവേള ബാബുവിന്റെ സൈഡിൽ നിന്ന് വരും, പിന്നെ മണിയമ്പള രാജചേട്ടൻ്റെ അടുത്ത് നിന്ന് വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കേസ് മുറുകും തോറും ഇവർക്ക് ഭയമുണ്ടാകും. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ പിന്നെ FIR ഇടുമെന്ന് ആർക്കറിയാം? മുകേഷ് ചേട്ടൻ്റെ നമുക്ക് കൊടുത്ത കംപ്ലൈന്റ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പേടിച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കയറുന്നു പറയുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ഇതിനെ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒന്നും സത്യമല്ല. എന്നാൽ 22-ാം തീയതി എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവിന് മലയാളം അറിയത്തില്ല. പിന്നെ ഈ ഭർത്താവ് നിരന്തരം വിളിച്ചു സംസാരിച്ചു. 2022 ഭർത്താവ് ഇവിടെ ഇല്ല. ഇവിടെ ഞാനും എന്റെ മോനും ഉള്ളൂ. മോനും മലയാളം. ഇനിയിപ്പോ മോൻ പറഞ്ഞാൽ മോനും മലയാളം അറിയത്തില്ല. അവനോട് ഇപ്പോൾ വേണേൽ സംസാരിച്ചു ചോദിക്കോ. ഈ ആൾസോ കനോട്ട് സ്പീക്ക് മലയാളം ഫ്ലുവന്റ്ലി. പിന്നെ ആര് സംസാരിച്ചെന്നാന്ന് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് പോലീസിന്റെ മുമ്പിൽ നമുക്ക് ഹാജരാക്കിയപ്പോ അവരുടെ മുമ്പിൽ പറഞ്ഞാൽ പോരെ, അല്ലേ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. എനിക്ക് മനസ്സിലായി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. മീഡിയയുടെ മുമ്പിൽ കിടന്ന് പറഞ്ഞത് നിങ്ങൾ നടത്തുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ല എന്ന് വിശ്വസിച്ചാണ് ഞങ്ങളും ഈ വാക്കുകൾ സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ട് മുകേഷ് MLA ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് കേസെടുത്തില്ല? അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല? 2 വർഷം മുമ്പ് ഞാൻ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു? അതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹം കേസെടുത്തില്ല? നോട്ട് ദ പോയിന്റ്. എല്ലാവരും നോട്ട് ദ പോയിന്റ് ആണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി പല കഥകളും ഇറങ്ങും. മിനു അത് പറഞ്ഞു. മിനു കാശ് ചോദിച്ചു. ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചെന്നല്ലേ. വേറൊരു കാര്യം പറയാം. ഞാൻ ദുബായിലായിരുന്നു കുറേ വർഷത്തോളം, ഒരു 12 വർഷത്തോളം ഐ വാസ് ഇൻ ദുബായ്. ഐ വാസ് വർക്കിംഗ് ദെയർ. വെൽ സെറ്റിൽഡ് ആയതിനു ശേഷമാണ് ഞാൻ മലയാളം സിനിമയിലോട്ട് വരുന്നത് തന്നെ. എനിക്ക് ഇപ്പോൾ എൻ്റെ ഭർത്താവ് ന്യൂസിലാൻഡിലാണ്. ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മോള് ലണ്ടനിലാണ്. എൻ്റെ മോൻ എൻ്റെ കൂടെ, ഞാനും എൻ്റെ മോനുമാണ്. എനിക്ക് ദൈവസഹായം കൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം ഇന്നത്തെ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനാണ് എനിക്ക് ഇന്നത്തെ എൻ്റെ സിറ്റുവേഷൻ ഇരിക്കുന്നത്. എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഒന്നും ആവശ്യം എനിക്കില്ല. എനിക്ക് അത് ഐ ആം വെൽ സെറ്റിൽഡ്. ദൈവത്തിന് നന്ദി, അൽഹംദുലില്ലാ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ പരാതിക്കാരിയാണ് നമുക്കൊപ്പം ചേർന്നത്. സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മുകേഷിനെ കണ്ടത് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത്. മുകേഷ് MLA സ്ഥാനം ഒഴിയുമോ? ഈ വിശദീകരണത്തിൽ അങ്ങ് നിൽക്കുകയാണോ അതോ മുകേഷ് MLA സ്ഥാനം ഒഴിയുമോ എന്നതാണ് അറിയേണ്ടത്.